ചരിത്രം തിരുത്തുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. ആ തിരുത്തലുകൾ പുതിയ ചരിത്രത്തിൻ്റെ മനോഹരമായ ഗീതികൾ തീർത്ത് ഒരുമിച്ച് ഒന്നായി മുന്നോട്ട് പോകുന്നതിനാണെങ്കിൽ നമുക്ക് ആശ്വാസമാണ്, ആഹ്ലാദമാണ്, അഭിമാനമാണ്. എന്നാൽ ഇന്നങ്ങനെയല്ല. ചരിത്രം തിരുത്തുന്നത് വീണ്ടും വെറുപ്പിനും വിദ്വേഷത്തിനും വേണ്ടിയാണ്. മനുഷ്യൻ്റെ മനസ്സുകളെ വികലമാക്കുന്നതിനു വേണ്ടിയാണ്. മനുഷ്യനെ ഭിന്നിപ്പിക്കുന്നതിനും തമ്മിൽ കോർപ്പിക്കുന്നതിനും അങ്ങനെ കുരുക്കുന്നതിലൂടെ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുമ്പോൾ ശാക്തിക ചേരികളിലെ കണക്കുകൾ എണ്ണി ഏതാണ് തനിക്ക് മുന്തിയതെന്ന് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ്. അതിനിടയിലൂടെ സത്യത്തിൻ്റെയും നീതിയുടെയും ചരിത്രം പറഞ്ഞ MGS നാരായണൻ എന്ന ഒരു മഹാമനുഷ്യൻ ചരിത്രമായി. അത്തരം മനുഷ്യരുടെ യാത്രയാകലുകൾ ഇന്ന് വല്ലാതെ കൂരിരുട്ടുണ്ടാക്കുമെന്ന ഭയവും ആശങ്കയുമുള്ള കാലത്താണ് ആ പ്രതീക്ഷയുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നത്. അതെ, MGS ചരിത്രത്തിലെ ഒരു ഒറ്റയാനായിരുന്നു. ശാസ്ത്രത്തിൻ്റെ പ്രത്യേകതകൾ കൂടി സമന്വയിപ്പിച്ച് ആരും അന്നുവരെ കൈവച്ചിട്ടില്ലാത്ത രീതിശാസ്ത്രത്തിൽ ചരിത്രത്തെ അവലോകനം ചെയ്യുന്നതിനും അതിനെ സത്യസന്ധമായി സമീപിക്കുന്നതിനും ആ സത്യസന്ധത നിർഭയമായി രേഖപ്പെടുത്തുന്നതിനും ഉറക്ക വിളിച്ചു പറയുന്നതിനും മടിയില്ലാത്തൊരാൾ കൂടിയായിരുന്നു MGS നാരായണൻ. ചരിത്രം കെട്ടുകഥകളിലും ഐതിഹ്യങ്ങളിലും ഒക്കെ കുടുങ്ങിക്കിടന്ന കാലത്ത് വെറുതെ വായ്ത്താരിയിലൂടെ മാത്രം കൈമാറ്റം ചെയ്യപ്പെട്ട് പലതുമൊക്കെ സത്യമായി സംഭവിച്ചതാണെന്ന ബോധ്യങ്ങൾ അത് മനുഷ്യരുടെ ഹൃദയത്തിൽ വല്ലാതെ കാട് കയറിയ കാലത്താണ് ഐതിഹ്യത്തെയും കെട്ടുകഥകളെയുമൊക്കെ മാറ്റി നിർത്തി വസ്തുതാപരമായ രേഖകളുടെ പിൻബലത്തിൽ അതിലേക്ക് ആഴത്തിൽ അന്വേഷണം നടത്തി അത് നിർഭയമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞ് MGS യാത്രയാകുന്നത്. അത്തരം വിളിച്ചുപറയലുകൾക്ക് വില നൽകി അത് തങ്ങളുടെ പരിധിയിലാക്കാൻ വല്ലാതെ മത്സരിക്കുന്ന കാലത്ത് എങ്ങും തൊടാതെ സത്യത്തോടും സംഭവത്തോടും മാത്രമാണ് തൻ്റെ പ്രതിബദ്ധതയെന്ന് ആവർത്തിച്ചാവർത്തിച്ച് വെളിവാക്കുന്നതിൽ MGS നാരായണൻ വേറിട്ടൊരു മനുഷ്യനായിരുന്നു. ഇന്ന് പലയിടങ്ങളിലും പല സ്ഥലങ്ങളിലും ഇരുന്ന് വിദ്വേഷികളായ പലരും ഇല്ലാത്ത കഥകളും നടക്കാത്ത സംഭവങ്ങളും വെറുതെ ചേർത്ത് വെച്ച് പുലഭ്യം പറഞ്ഞ് മനുഷ്യ മനസ്സുകളെ മലീമസപ്പെടുത്തുന്ന കാലത്ത് MGSൻ്റെ മേൽ അത്തരമൊരു നിഴൽ പോലും വീണിട്ടുണ്ടായിരുന്നില്ല. കേരളത്തിൻ്റെ വളരെ സങ്കീർണമായ അത്തരമൊരു ചരിത്ര വഴികളിൽ സ്വയം പ്രകാശമായി തീർന്ന് ആ വെളിച്ചത്തിൽ സത്യങ്ങളെ അനാവരണം ചെയ്ത് ചരിത്ര വിദ്യാർത്ഥികൾക്കും നീതിപൂർവം അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും മുന്നിൽ മഹാപാഠപുസ്തകമായി തീർന്ന ഒരു പ്രകാശമാണ് അണഞ്ഞിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇനിയും ഏറെക്കാലം അത്തരം ചരിത്ര സത്യങ്ങളെ ഉറക്കെ വീണ്ടും ഉറക്കെ വിളിച്ചു പറയാൻ ആർജവവും കരുത്തുമുള്ള ഒരു ജീവിതം കൂടി അവസാനിക്കുമ്പോൾ അദ്ദേഹത്തെ എല്ലാ കാലത്തും നോക്കിക്കാണുകയും വായിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വിദ്യാർത്ഥിയെന്നോ ഉള്ള നിലയിൽ എൻ്റെ ഏറ്റവും ഹൃദയാദരങ്ങളും പ്രാർത്ഥനകളും ആ മഹാമനുഷ്യന് അർപ്പിക്കുന്നു.